പാർലമെൻ്ററി സംഘങ്ങളുടെ പര്യടനം വളരെ പ്രയോജനപ്പെട്ടു എന്നുള്ളതാണ് ഇന്നലെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എല്ലാ എംപിമാരും അതുപോലെ പാർലമെൻ്ററി സംഘങ്ങളെ നയിച്ച നേതാക്കന്മാരുമൊക്കെ ചൂണ്ടിക്കാണിച്ചത്. ഭീകരവാദത്തെ ഒരു രാജ്യത്തിൻ്റെ നയമായി കണക്കാക്കിയിട്ടുള്ള ഒരേ ഒരു രാജ്യമായിരിക്കും ഒരുപക്ഷെ പാകിസ്ഥാൻ. അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെതിരായിട്ട് ആഗോളതലത്തിൽ ഒരു സമവായവും അഭിപ്രായവും സ്വരൂപിക്കാൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾക്ക് ഈ സംഘങ്ങളുടെ പര്യടനം സഹായകരമായി എന്നുള്ള വിലയിരുത്തലാണ് ഇന്നലെ പ്രധാനമന്ത്രിയും ഞങ്ങളോടൊക്കെ പങ്കുവച്ചത്. ആ നിലയിൽ ഭീകരവാദം ആഗോളതലത്തിൽ തന്നെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻനിര പ്രവർത്തനമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശക്തി പകരുന്നതിനും അതിന് പിന്തുണ ലഭിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവവികാസമായിട്ടാണ് 33 രാജ്യങ്ങളിൽ 59 എംപിമാരും മറ്റ് മുൻ മന്ത്രിമാരുമൊക്കെ ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ ഈ പര്യടനത്തിൻ്റെ ഒരു ചുരുക്കം അതിൻ്റെ നേട്ടമായിട്ട് കണക്കാക്കാൻ പറ്റും. അത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും ഇതുവരെ തീരുമാനിക്കപ്പെട്ടതായിട്ട് അറിവില്ല. ഞങ്ങളുടെ എല്ലാവരുടെയും യാത്രയുടെ വിശദാംശങ്ങൾ വിദേശകാര്യമന്ത്രി ശ്രീ ജയശങ്കർജിയുമായിട്ട് പ്രത്യേകം ഓരോ സംഘവും നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ അദ്ദേഹത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇന്നലെ എല്ലാ എംപിമാരോടും ഈ സംഘത്തിൽ പോയിട്ടുള്ള മുഴുവൻ ആളുകളോടും വ്യക്തിപരമായി തന്നെ ഈ കാര്യങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. പാർലമെൻറ്റ് അംഗങ്ങൾ ലോകത്തിലെ മറ്റ് പാർലമെൻറ്റുകളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം സുദൃഢമാക്കുന്നതിലൂടെ ഇതുപോലെയുള്ള പൊതുപ്രശ്നങ്ങളിൽ ഒരു ഇന്ത്യയുടെ നിലപാട് കൂടുതൽ ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കേട്ടത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരേണ്ടതിൻ്റെ ആവശ്യകത അദ്ദേഹം ഇടയ്ക്ക് ഊന്നി പറയുകയും ചെയ്തു. അതോടൊപ്പം നയരൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന തിങ്ക് ടാങ്കുകൾ, അങ്ങനെയുള്ള തിങ്ക് ടാങ്കുകളുമായിട്ടുള്ള ഇടപെടലും വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ചും അനുകൂലമായിട്ടാണ് പ്രധാനമന്ത്രി ഇന്നലെ പ്രതികരിച്ചത്. ശശി തരൂർ ഒരു കോൺഗ്രസ് എംപിയാണ്, ഒരു സംഘത്തിന് നേതൃത്വം വഹിച്ച അദ്ദേഹമാണ്. കൂടുതൽ അദ്ദേഹം പ്രധാനമന്ത്രി അടക്കം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തരൂർ അടുക്കുകയാണോ BJP-യുമായിട്ട്? എന്താണ്? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അദ്ദേഹവും ആണെങ്കിലും ഞാൻ പങ്കെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നത് സുപ്രിയ സൂലെയാണ്. കനിമൊഴി ഒരു സംഘത്തിനെ നയിച്ചിരുന്നു. അവരെല്ലാവരും പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ രാജ്യത്തിനകത്ത് പ്രകടിപ്പിക്കുമ്പോഴും രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം, ആ പൊതു താൽപ്പര്യവും രാജ്യത്തിൻ്റെ സുരക്ഷയും ഈ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്തുള്ളൊരു കാര്യമാണ്. ആ കാര്യത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് പ്രതിപക്ഷത്തുള്ള പലരും ഇന്നലെ പങ്കുവച്ചത്.